നടൻ നിവിൻ പോളിയുമായുള്ള സിനിമാ നിർമ്മാണ തർക്കത്തിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് തിരിച്ചടി. സാമ്പത്തിക തർക്കം മധ്യസ്ഥതയ്ക്ക് വിടണമെന്ന ലിസ്റ്റിന്റെ ആവശ്യം എറണാകുളം മുൻസിഫ് കോടതി തള്ളി. രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫനും നിവിൻ പോളിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. 2012 സെപ്റ്റംബർ 12-നാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ കരാർ ഒപ്പുവെച്ചത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും നിവിൻ പോളിയുടെ പോളി ജൂനിയർ പിക്ചേഴ്സും തമ്മിലായിരുന്നു കരാർ. മാജിക് ഫ്രെയിംസ് വരുമാന രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു, രേഖകളില്ലാത്ത 7.5 കോടി രൂപയുടെ ബാധ്യത അടിച്ചേൽപ്പിച്ചു തുടങ്ങിയവയായിരുന്നു പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ആരോപണം. 5.5 കോടി രൂപയുടെ ലോൺ തിരിച്ചടച്ചിട്ടും തീയതി രേഖപ്പെടുത്താത്ത സെക്യൂരിറ്റി ചെക്കുകൾ കൈവശം വെച്ചു, കോർപ്പറേറ്റ് സുതാര്യത കാട്ടിയില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പോളി ജൂനിയർ പിക്ചേഴ്സ് ഉയർത്തി. എന്നാൽ സാമ്പത്തിക തർക്കം മധ്യസ്ഥതയ്ക്ക് വിടണമെന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആവശ്യം. ഇതാണ് കോടതി തള്ളിയിരിക്കുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ കരാറിൽ നിർബന്ധിത ആർബിട്രേഷൻ വ്യവസ്ഥയില്ല. കരാറിന്റെ യഥാർത്ഥ രേഖകൾ നൽകാൻ ലിസ്റ്റിൻ സ്റ്റീഫന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അപകീർത്തി കുറ്റം മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാനാകില്ലെന്നും മുൻസിഫ് കോടതി ചൂണ്ടിക്കാട്ടി. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ഇരുവരും തമ്മിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളിക്കെതിരെ അപകീർത്തികരമായ ചില പ്രസ്താവനകളും നടത്തിയിരുന്നു. ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് കോടതി വിധി. അമൃത ന്യൂസ്, കൊച്ചി.